ഹായ് മക്കൾസ്, അപ്പോ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷന്റെ അവസാന ഘട്ടത്തിലാണ് നിങ്ങള്. ഓക്കെ, അതിൽ നമ്മള് ഡിഫറെന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കണ്ടു. മാത്സിലെ പ്ലസ് വണ്ണിന്റെ അവസാനത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഏതാണ് ആ ചാപ്റ്റർ? ലീനിയർ ഇനിക്വാളിറ്റി അല്ലെ. ഇത്രയും നേരം വലിയ വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ കണ്ട് നമ്മൾ എഴുതി ഒക്കെ തളർന്നിരിക്കും. അതിലേക്ക് നമ്മൾ ഒരു ആശ്വാസമായിട്ടാണ് നമ്മളുടെ ഈ കുഞ്ഞു ചാപ്റ്റർ എത്തുന്നത്. ഒത്തിരി ഒന്നുമില്ല, ഭയങ്കര ചെറിയൊരു ചാപ്റ്റർ ആണ്. നമ്മൾ പണ്ട് 8ലും 7ലും ഒക്കെ പഠിച്ച സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ ഉത്തരം എന്താണ്, തെറ്റുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ സംഭവമോ കാര്യമോ ഒന്നും ഈ ചാപ്റ്ററിൽ ഇല്ല. നമുക്ക് ഈസി ആയിട്ട് കുറച്ച് മാർക്കുകൾ കിട്ടാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ലീനിയർ ഇനിക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഇതിലങ്ങനെ ഒത്തിരി പഠിക്കാനുമില്ല, ഒത്തിരി ചോദ്യങ്ങൾ ഒന്നും വരത്തില്ല. പക്ഷെ കുഞ്ഞു ചാപ്റ്റർ ആണ്, നമുക്ക് എളുപ്പത്തിന് അതിൽ നിന്ന് മാർക്കുകളും കിട്ടാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈസി ആയിട്ട് അതിന്റെ മാർക്ക് കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയുമ്പോഴും ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് അടുത്ത വർഷത്തേക്ക് 6 മാർക്കിന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ വരുന്നൊരു ടോപ്പിക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞുള്ള ഒരു സാധനം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ഇനിക്വാളിറ്റിയുടെ സാധനങ്ങൾ ഒന്ന് വൃത്തിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ ചെറിയ ചാപ്റ്റർ ആണ്, ഈസിയാണ്. നമുക്ക് എന്താ, നമുക്ക് അത്രയും ഭയങ്കര വലിയ സംഭവങ്ങളെ കണ്ടിരുന്നൊരു ക്യൂട്ട് സാധനം കാണുന്ന ഒരു ഫീലാണ് നമുക്ക് എപ്പോഴും ഈ ഒരു ചാപ്റ്റർ കാണുമ്പോൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ലീനിയർ ഇനിക്വാളിറ്റി. എന്താണ് ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതില് ഈക്വൽ ഉണ്ടാകും. ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ ആകണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ഈക്വൽ ആകണം എന്ന് നിർബന്ധമില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ പോസിബിലിറ്റി വരാം? വലുതാകാം, ചെറുതാകാം, വലുതും ഈക്വലുമാകാം, ചെറുതും ഈക്വലുമാകാം. അങ്ങനെയുള്ള 4 പോസിബിലിറ്റീസ് ആണുള്ളത്. ആ 4 ഇനിക്വാളിറ്റീസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതൊക്കെ നമ്മൾ പണ്ട് കുറെ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ. എന്താണ്? ടു റിയൽ നമ്പേഴ്സ് ഓർ ടു ആൽജിബ്രൈക് എക്സ്പ്രഷൻ റിലേറ്റഡ് ബൈ ദ സിംബൽ. ഏത് സിംബൽ ആണ്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോംസ് ആൻ ഇനിക്വാളിറ്റി. അതാണ് ഒരു ഇനിക്വാളിറ്റി ഫോം ചെയ്യുന്നത്. അത് സോൾവ് ചെയ്യുക, എടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ടാസ്ക്. നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യും പോലെ തന്നെയാണ് ഇതും സോൾവ് ചെയ്യാനുള്ളത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ നോർമൽ ആയിട്ട് സോൾവ് ചെയ്യുക? ഓക്കെ, അഡീഷൻ ആണെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ സബ്ട്രാക്ഷൻ ആകും, സബ്ട്രാക്ഷൻ ഇപ്പുറത്ത് പോകുമ്പോൾ അഡീഷൻ ആകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ളതൊക്കെ സിമ്പിൾ ആണ്. ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നെഗറ്റീവ് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുക. അതായത് നെഗറ്റീവ് നമ്പർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരുന്നാൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ നെഗറ്റീവിന്റെ ഡിവിഷൻ ആയിട്ട് പോകും. ഓക്കെ, ഇവിടെ ഡിവിഷൻ ആയിട്ടിരുന്ന നെഗറ്റീവ് നമ്പർ അപ്പുറത്തോട്ട് പോകുമ്പോൾ നെഗറ്റീവിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് പോകും. അങ്ങനെ നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്നതായിട്ട് വരുമ്പോൾ മാത്രം ഇനിക്വാളിറ്റി ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യുക. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആകും, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആകും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകും. എപ്പോ മാത്രമാണ് നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ. ഓക്കെ, അപ്പൊ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ബാക്കി എല്ലാ പ്രാവശ്യവും ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് ലീനിയർ ആണ് വരുന്നത്. ഓക്കെ, ഏറ്റവും ബേസ് സാധനങ്ങളാണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി സോൾവ് ചെയ്ത് വരുന്ന ഉത്തരങ്ങൾ നമുക്ക് 2 രീതിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഇന്റർവൽ നൊട്ടേഷൻ, ഒന്നെന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ നോർമൽ ഇന്റർവൽ നൊട്ടേഷൻ, ഇന്റർവൽ ഫോമില് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റൊന്ന് നമ്മളുടെ ഇക്വാളിറ്റി ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ഇന്റർവൽ ഫോമിലാണ് നമ്മുടെ ആൻസേഴ്സ് എപ്പോഴും സൊല്യൂഷൻസ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇനി അതിനെ ഗ്രാഫിക്കലായിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ആദ്യം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റ് സൂചിപ്പിക്കുന്നത് എക്സ്ക്ലൂഡ് ചെയ്യുന്നു എന്നാണ്. ഓപ്പൺ ബ്രാക്കറ്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? എക്സ്ക്ലൂഡ്. നമ്മൾ എവിടെ പഠിച്ചതാണ്? സെറ്റ്സിൽ പഠിച്ചതാണ് അല്ലേ? ഓപ്പൺ ഇന്റർവെല്, ക്ലോസ്ഡ് ഇന്റർവെല് ഒക്കെ അതേ സെയിം സാധനങ്ങൾ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോ എന്താണ് ഓപ്പൺ ബ്രാക്കറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നത്? എക്സ്ക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ ഓപ്പൺ ഇന്റർവെൽ 1, 5 എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ്? 1നും 5നും ഇടയ്ക്കുള്ള എല്ലാരും വരും. ഓക്കെ, പക്ഷെ 1ഉം 5ഉം വരത്തില്ല. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1 ലെസ് ദാൻ ഓർ ലെസ് ദാൻ x
ലെസ് ദാൻ 5. എക്സ് എന്ന് പറയുന്നത് 5നും 1നും ഇടയ്ക്കാണ്, പക്ഷെ 1 5 ആകോ ഇല്ല. ഇനി അത് നമ്മൾ നമ്പർ ലൈനിൽ വരയ്ക്കുമ്പോൾ 1 to 5 ആണ് നമ്മളുടെ വര വരുന്നത്. 1ഉം 5ഉം എക്സ്ക്ലൂഡ് ആണെന്ന് കാണിക്കാൻ ഓപ്പൺ സർക്കിൾ കൊടുക്കുക, ഹോളോ സർക്കിൾ കൊടുക്കുക. അവിടെ ഉള്ളവൻ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന് കാണിക്കാനാണ് ഓപ്പൺ സർക്കിൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? 1 ഇൻക്ലൂഡ് ആകും, 5 എക്സ്ക്ലൂഡ് ആകും. 1 ഇൻക്ലൂഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5 എന്ന് വരും. ഓക്കെ, എക്സിന് അപ്പൊ 1 എന്ന് പറഞ്ഞ വാല്യൂ പോസിബിൾ ആണ്, ബട്ട് 5 എന്ന് പറഞ്ഞ വാല്യൂ പോസിബിൾ അല്ല. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു സൊല്യൂഷന്റെ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 1ന്റെ അവിടെ ഡാർക്ക് സർക്കിളും 5ന്റെ അവിടെ ഓപ്പൺ സർക്കിളും ആയിരിക്കും. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ 1ഉം ഇൻക്ലൂഡ് ആകും, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്ന ഇൻക്ലൂഡ് ആകും, ക്ലോസ്ഡ് ഇന്റർവെൽ കാണിക്കാനാണ്. ഓക്കെ, 1ഉം ക്ലോസ്ഡ് ആണ്, 5ഉം ക്ലോസ്ഡ് ആണ്. അതായത് 1ഉം ഇൻക്ലൂഡ് ആകും, 5ഉം ഇൻക്ലൂഡ് ആകും. അപ്പൊ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് വരും. നോക്കിക്കേ, 1നും 5നും ഇടയ്ക്കാണ് വര വരുന്നത്. അത് 1നും 5നും ഡാർക്ക് സർക്കിൾ കൊടുക്കും, അപ്പൊ അത് ഇൻക്ലൂഡ് ആകും എന്നാണ് അർത്ഥം. ഇനി അടുത്ത വേറൊരു മെത്തേഡാണ്, ഒരു സൈഡ് മാത്രം സ്റ്റോപ്പിംഗ് ഉണ്ടാവും, മറ്റേ സൈഡ് സ്റ്റോപ്പിംഗ് ഉണ്ടാവില്ല, ടിൽ ദ ഇൻഫിനിറ്റി, ആ മോഡൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കി അറിയാം, എക്സ് ഗ്രേറ്റർ ദാൻ 4 എന്ന് പറയുമ്പോൾ 4 തൊട്ട് മുകളിലോട്ടുള്ള എല്ലാം ഉണ്ട്. 4 ഉണ്ടോ? 4 ഇല്ല. അപ്പൊ 4ന്റെ അവിടെ ഓപ്പൺ ഇന്റർവെൽ ആയിരിക്കണം. ഓക്കെ, 4 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ് വരുന്നത്. ഓക്കെ, 4നെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് 4 താഴത്തുള്ള എല്ലാരും ഉണ്ട്, അതുപോലെ തന്നെ 4ഉം ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ 4 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നെഗറ്റീവ് ഇൻഫിനിറ്റി എന്നാണ് വരുന്നത്. സോ നെഗറ്റീവ് ഇൻഫിനിറ്റി ടു 4 അതാണ് നമ്മൾ എടുക്കുന്നത്. എപ്പോഴും ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് മാർക്കിംഗ് കാണിക്കുന്നത് ഇന്റർവെൽ. അല്ല 4 ടു നെഗറ്റീവ് ഇൻഫിനിറ്റി പറയാൻ പറ്റുമോ? 4ൽ നിന്ന് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. നെഗറ്റീവ് ഇൻഫിനിറ്റി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ചെറുതിൽ നിന്ന് വലുതായി ഏത് വരെ വന്നു? 4 വരെ വന്നു. 4നെക്കാട്ടി വലുതായോ? ഇല്ല. അതാണ് ഇത്. ഓക്കെ, ഇനി അടുത്ത വേറൊരു റെപ്രസെന്റേഷൻ ഇതാണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ബട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നിരുന്നത്. ഓർ, നമ്മുടെ സാധാരണ ഓറും ഇന്റർസെക്ഷനും ഒക്കെ തന്നെയാണ്. ഓർ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയ എക്സ് ലെസ് ദാൻ 2, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പൊ ഇവിടെ രണ്ട് സാധനങ്ങൾ വരുന്നുണ്ട്. എക്സ് ലെസ് ദാൻ 2ന്റെതും വരുന്നുണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8ഉം വരുന്നുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ ഒരു നമ്പർ ലൈനിൽ തന്നെ വരയ്ക്കുന്നതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നോർമൽ യൂണിയൻ ആണ് കേട്ടോ, ആ ഒരു സാധനം. അപ്പൊ ഇതിനെയും വരയ്ക്കുക, ഇതിനെയും വരയ്ക്കുക. ഇനി ഇന്റർസെക്ഷൻ ആണെങ്കിലോ അതിന് കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജസ്റ്റ് സൊല്യൂഷൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടതുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് കാണാം. സോ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ, 6 ലെസ് ദാൻ ഓർ ഈക്വൽ -3 ടൈംസ് 2x - 4 ലെസ് ദാൻ 12. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? നോക്കിക്കേ, രണ്ട് സൈഡും ഇനിക്വാലിറ്റി ഉണ്ട്. രണ്ട് സൈഡും ഇനിക്വാലിറ്റി ഉണ്ടെങ്കിൽ ഓരോ സൈഡും സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ഇക്വേറ്റ് ചെയ്യാം? 6 ലെസ് ദാൻ ഓർ ഈക്വൽസ് -3 ടൈംസ് 2x - 4. ഇത് നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞ റിയൽ സൊല്യൂഷൻ ആണ് കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് അകത്തോട്ട് എടുക്കാം. എന്ത് വരും? 6 ലെസ് ദാൻ ഓർ ഈക്വൽ -6x പ്ലസ് 12. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? -12 ഇപ്പുറത്തോട്ട്, 12 ഇപ്പുറത്ത് വരുമ്പോൾ -12 ആകും. സോ 6 - 12 ലെസ് ദാൻ ഓർ ഈക്വൽസ് -6x. ഓക്കെ, ഇവിടെ എന്ത് വരും? -6 ലെസ് ദാൻ ഓർ ഈക്വൽസ് -6x. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? -6 ഇവിടെ ഇൻറ്റു ആണ്, ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷൻ ആകും. സോ -6/6. ഓക്കെ, ഇപ്പുറത്ത് ആരുണ്ട്? എക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു മൈനസ് വാല്യൂ ഡിവിഷൻ ആയിട്ടോ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടോ ഇപ്പുറത്തോട്ട് എടുത്താൽ, ഡിവിഷൻ ആയിട്ടോ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടോ നെഗറ്റീവ് വാല്യൂ ഇപ്പുറത്തോട്ട് എടുത്താൽ ഇനിക്വാലിറ്റി എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകും. അപ്പൊ ഇവിടെ നെഗറ്റീവ് നെഗറ്റീവ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് വരും. അവിടെ നമുക്ക് എന്ത് പറയാം? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒരു സൈഡ് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇനി ഇതുപോലെ എന്തും ചെയ്യുക, അടുത്ത വശവും ചെയ്യുക. അതപ്പോ എങ്ങനെ വരും? -3. ആദ്യം നമ്മൾ ഇതാണ് ചെയ്തത്, ഇനി അടുത്ത് ഇത് ചെയ്യുക. ഓക്കെ, -3 ടൈംസ് 2x - 4 ലെസ് ദാൻ 12. -3 ബ്രാക്കറ്റിന്റെ അകത്തോട്ട് എടുക്കാം, അല്ലെങ്കിൽ -3 നേരെ നമുക്ക് ഡിവിഷൻ ആയിട്ട് എടുക്കാം. നെഗറ്റീവ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇക്വാലിറ്റി
ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. സോ 2x മൈനസ് 4 ഇവിടെ 12/-3 ആകും. ലെസ് ദാൻ എന്തായിട്ട് മാറും? ഗ്രേറ്റർ ദാൻ ആയിട്ട് മാറും. സോ 2x മൈനസ് 4 ഗ്രേറ്റർ ദാൻ -4 വരും. -4 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? +4 ആകും. സോ 2x ഗ്രേറ്റർ ദാൻ -4 +4. ഓക്കെ, 2x ഗ്രേറ്റർ ദാൻ 0, x ഗ്രേറ്റർ ദാൻ 0/2, x ഗ്രേറ്റർ ദാൻ 0. അപ്പൊ എപ്പോഴും നമുക്ക് എഴുതാൻ എളുപ്പം ലെസ് ദാൻ ഇട്ട് എഴുതുന്നതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 0 ലെസ് ദാൻ x. ഇവിടെ നോക്കിക്കേ, 0 ലെസ് ദാൻ x ആണ്, x ലെസ് ദാൻ 1 ആണ്. ഇതിനെ ക്ലബ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? 0 ലെസ് ദാൻ x ആണ്, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് എങ്ങനെ വരും? അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് എങ്ങനെ പറയാം? നോക്കിക്കേ, ഓപ്പൺ ഇന്റർവെൽ 0 ഇൻക്ലൂഡഡ് ആണോ ഈക്വൽ ആണോ? അല്ല. അപ്പം ഓപ്പൺ ഇന്റർവെൽ 0 ടു എന്ത് വരും? ക്ലോസ്ഡ് ഇന്റർവെൽ 1 വരും. ഇനി നമ്പർ ലൈനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കിക്കേ, ഇവിടെ 0 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഓക്കെ, ബാക്കി ഇങ്ങോട്ടും ബാക്കി വാല്യൂസുകളൊക്കെ ഉണ്ട്, നമുക്ക് അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. 0 1 ആണ് ഇമ്പോർട്ടന്റ്. 0 എന്താണ്? എക്സ്ക്ലൂഡ് ആണ്, അപ്പൊ 0യുടെ അവിടെ ഓപ്പൺ സർക്കിൾ. 1 എന്താണ്? ഇൻക്ലൂഡ് ആണ്, അപ്പൊ 1ന്റെ അവിടെ ക്ലോസ്ഡ് സർക്കിൾ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? അവരെ തമ്മിൽ കണക്ട് ചെയ്യുക. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ ലൈനിൽ വരയ്ക്കാൻ ചോദിച്ചത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് ആൻസർ ചെയ്താൽ ചെയ്ത് റിയൽ ആണെങ്കിലാണ് ഇത്. ഇനി അല്ല നമുക്ക് നാച്ചുറൽ നമ്പർ, ഇന്റിജർ അങ്ങനെ പലതും ചോദിക്കുക. അതിൽ ഏതാണോ ചോദിക്കുന്നത് നോക്കി അതിനനുസരിച്ച് ഉത്തരം എഴുതുക. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നോക്കിക്കേ, സോൾവ് ദ ഇനിക്വാലിറ്റി. ഓക്കെ, ഈ ഒരു ഇനിക്വാലിറ്റി സോൾവ് ചെയ്യുക. എന്താണ്? x plus x/2 plus x/3 less than or equals 10 plus x/6. ഓക്കെ, മാർക്ക് ദ സൊല്യൂഷൻ ഇൻ എ നമ്പർ ലൈൻ. എന്നിട്ട് നമ്പർ ലൈനിൽ കാണിക്കാനാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എന്താണ്? x plus x/2 plus x/3 less than or equals 10 plus x/6. ഓക്കെ, നമുക്ക് ഈ 10 plus 6 പുറത്തോട്ട് എന്ത് വരും? x plus x/2 plus x/3 minus x/6 plus x/6 പുറത്ത് വരുമ്പോൾ minus x/6 ആകും. Less than or equals 10. ഇവിടെ നോക്കിക്കേ, ഇവിടെ LCM എല്ലാം 6 ആണ് വരുന്നത് അല്ലെ. നമ്മള് ഡിനോമിനേറ്ററിൽ വരുന്ന എല്ലാത്തിന്റെ LCM എന്താണ് വരുന്നത്? 6 ആണ് വരുന്നത്. അപ്പൊ 6 കൊണ്ട് മൊത്തത്തിൽ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ, ഓക്കെ, രണ്ട് സൈഡും നമുക്ക് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്തിട്ട് ചെയ്താലും മതി. ഓക്കെ, ഇവിടെ നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്ന പോലെ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ത് വരും? 3x plus 2x by 6 minus x/6 less than or equals 10 വരും. ഇവിടെ എന്ത് വരും? 5x by 6 x plus 5x by 6 minus x/6 less than or equals 10 വരും. ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? x plus 5x minus x ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? 4x by 6 less than or equal to 10 വരും. ഇവിടെ വെട്ടിപ്പോകും, 3 കിട്ടും, 2 കിട്ടും. ഓക്കെ, അവിടെ നമുക്ക് എന്ത് പറയാം? x plus 2x by 3 less than or equals 10 എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ ഒറ്റയടിക്ക് 6 വരണം. ഓക്കെ, അപ്പൊ നമ്മള് മൊത്തത്തിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ LCM മൊത്തത്തിൽ 6 ആയിട്ട് എടുത്താൽ നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ 6x വരും, ഇവിടെ 3x വരും, ഇവിടെ 2x വരും, ഇവിടെ -x വരും. അത് മൊത്തത്തിൽ സോൾവ് ചെയ്ത് ഒറ്റയടിക്ക് എഴുതിയാലും മതി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓരോന്നും പറഞ്ഞു തന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് ക്രോസ് ചെയ്ത് എന്ത് വരും? 3x plus 2x by 3 less than or equals 10. ഓക്കെ, ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇനി അടുത്ത എങ്ങനെ വരും നോക്കിക്കേ, 5x by 3 less than or equal to 10, x less than or equal to 10 times 5/3 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? 3/5 ആകും. ഓക്കെ, ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടും? x less than or equals ഇവിടെ 2 വരും, 2 times 3 6 വരും. ആൻസർ എത്ര വരുന്നത്? x less than or equal to 6 എന്നാണ് വരുന്നത്. ഇവിടെ നമ്മൾ അല്ലാതെ എടുത്തിരുന്നെങ്കിൽ നോക്കിക്കേ, ഇവിടെ അല്ലാതെ നമുക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരും, ഇവിടെ നമുക്ക് 6x plus 3x plus 2x minus x by 6 less than or equal to 10 വരും. ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിക്കേ, 5 11. ഓക്കെ, 11 minus
എന്ത് വരും 10x. സോ 10x by 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ ഇവിടെയും ക്യാൻസൽ ആയി പോയിട്ട് 5/3 തന്നെ വരും. സെയിം രീതിക്ക് നമ്മൾ ഓക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മെത്തേഡ് വേണമെങ്കിലും എടുക്കാം, ഈ രീതി വേണമെങ്കിലും എടുക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് വരും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇനി ഇത് എന്താ ചെയ്യേണ്ടത്? നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം. ഇതിന്റെ സൊല്യൂഷൻ ആക്ച്വലി എങ്ങനെയാ വരുന്നത്? എക്സ് ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ -∞ to 6 ആണ്. 6ന്റെ അവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ വരും. ഓക്കെ. അപ്പൊ ഇനി നമ്പർ ലൈനിൽ എങ്ങനെയാ വരുന്നത്? നമ്പർ ലൈൻ നമുക്കറിയാം ഇവിടെ എവിടെയോ 6 ഉണ്ട്. ഓക്കെ. 6ന്റെ ഇങ്ങോട്ടുള്ള ലെസ് ആയിട്ടുള്ള എല്ലാരും ഉണ്ട്. 6ന്റെ അവിടെ എന്താണ്? ക്ലോസ്ഡ് ആണ്. അപ്പൊ എന്ത് വരും? ഇങ്ങനെ വരും. ഓക്കെ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അതാണ് നമ്പർ ലൈൻ. ഓക്കെ. ജസ്റ്റ് അത് കാണിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, ദ സൊല്യൂഷൻ ഓഫ് തന്നിട്ടുള്ള ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഇതിൽ ഏത് കറക്റ്റ് ആയിട്ട് വരും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 5x minus 3 less than 3x plus 1. ഓക്കെ. സോൾവ് ചെയ്ത് എന്ത് വരും? 5x minus 3x. എക്സിന്റെ ടേം ഒരു സൈഡും നമ്പേഴ്സ് വേറെ സൈഡും ക്ലബ് ചെയ്യുന്നതാണ്. അവിടെ 1 ഉണ്ട്, -3 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? +3. 5x minus 3x 2x. 2x less than 4. x less than എന്ത് വരും? 2 വരും. ഓക്കെ. 2 അപ്പുറത്ത് ഡിവിഷൻ വരും, ക്യാൻസൽ ചെയ്ത് പോയിട്ട് x less than 2 എന്ന് പറഞ്ഞു കിട്ടും. x should be less than 2 ആണ് എന്ന് പറയുമ്പോൾ നമ്പർ എന്താണ് വരുന്നത്? -∞ to 2 ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് നോക്കിക്കേ? -∞ to 2 ഓപ്പൺ ഇന്റർവെൽ ആണ്. അപ്പൊ അതാണ് കറക്റ്റ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം എന്താ? സോൾവ്. ഈ ഒരു ഇക്വാളിറ്റി സോൾവ് ചെയ്യാനാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ഇതിനെ പരസ്പരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? 9. 3 times 3 9 വരും. 9 of x minus 2 greater than or equal to 5 ഇങ്ങോട്ട് വരുമ്പോൾ 5 times 5 എന്ത് വരും? 25 times 2 minus x. ഇനി അവരുടെ ബ്രാക്കറ്റിന്റെ അകത്തോട്ട് നമുക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും? 9x minus 18 greater than or equal to 50 minus 25x. ഓക്കെ. എക്സിന്റെ ടേമുകളൊക്കെ ഒരു സൈഡിൽ ക്ലബ് ചെയ്യാം, നമ്പേഴ്സ് ഒക്കെ മറ്റൊരു സൈഡിലും ക്ലബ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 9x 25x ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും? -25x plus 25x ആകും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 -18 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? +18 ആകും. ഇവിടെ എന്ത് വരും? 34x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 plus 18 എത്ര വരും? 68. x should be greater than or equal to 68/34. ഇവിടെ നമുക്ക് എന്ത് പറയാം? നോക്കിക്കേ. ഓക്കെ. ഇവിടെ നമുക്ക് എന്ത് പറയാം? x should be greater than or equal to 68/34. എത്രയാണ്? 2 ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താ വരുന്നത്? x element of ഏതാ വരുന്നത്? നമുക്ക് ഉത്തരമായിട്ട് x greater than or equal to 2 ആണ് വരേണ്ടത്. greater than or equal to 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് വരേണ്ടത്. ഓക്കെ. പ്ലസ് ഇൻഫിനിറ്റി ആ ഒരു അർത്ഥം വരുന്നു. അങ്ങനെ അടുത്ത ചോദ്യം നോക്കാം. നോക്കിക്കേ. സോൾവ് 3 times 1 minus x less than 2 times x plus 4. Also represent the solutions on the number line. Solution number line കാണിക്കുക. അപ്പൊ നമുക്കിത് സോൾവ് ചെയ്യാം. എന്താണ്? 3 times 1 minus x less than 2 times x plus 4. എന്ത് ചെയ്യാം? ബ്രാക്കറ്റിന്റെ അകത്തേക്ക് എടുക്കാം അല്ലെ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ ഇത് വരും 3 minus 3x less than 2x plus 8. ഓക്കെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ ടേംസ് ഒക്കെ ഒരു സൈഡിൽ ക്ലബ് ചെയ്യാം, നമ്പേഴ്സ് ഒക്കെ വേറെ സൈഡ്. അപ്പൊ ഇവിടെ -3x ഉണ്ട്, 2x ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും? -2x ആകും. സബ്ട്രാക്ഷൻ അഡീഷൻ വരുന്ന സമയത്തൊന്നും നമ്മള് ഇക്വാളിറ്റി മാറ്റാൻ നിൽക്കണ്ട. ഓക്കെ. അപ്പൊ ഇത് ഇങ്ങോട്ട് വന്നു, ഇക്വാളിറ്റി ഇത് തന്നെയാണ്. അവിടെ 8 ഉണ്ട്, +3 ഇപ്പുറത്ത് പോയപ്പോ എന്തായി? -3 ആയി. ഓക്കെ. ഇവിടെ നമുക്ക് അപ്പൊ എന്ത് കിട്ടും? -5x ലെസ് ദാൻ 5 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിന് 5 -5 ഇവിടെ ഇൻറ്റു ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആകും. അപ്പൊ ഇവിടെ ആരുണ്ട്? x ഉണ്ട്, അപ്പുറത്ത് 5 ഉണ്ടായിരുന്നു, ബൈ -5 അപ്പുറത്തോട്ട് പോയി. ഇക്വാളിറ്റി എന്താക്കണം? നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യുക. സോ ലെസ് ദാൻ എന്തായിട്ട് മാറും? ഗ്രേറ്റർ ദാൻ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? x ഗ്രേറ്റർ ദാൻ 5 ബൈ -5 എന്ത് വരും? -1. x ഗ്രേറ്റർ ദാൻ -1 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? ഇതിന്റെ സൊല്യൂഷൻ എന്താണ്?
സൊല്യൂഷൻ എന്ത് വരും? എക്സ് എലമെന്റ് ഓഫ് എന്താണ് വരുന്നത് നോക്കിക്കേ, ഇത് റിയൽ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ സൊല്യൂഷൻ ആയിട്ട് പറയാം. ഇനി നിങ്ങൾ നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൊന്നും. എന്നാൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എന്തായിട്ട് എഴുതുക, അതൊക്കെ നമുക്ക് സെറ്റ് ആയിട്ട് എഴുതുക, റോസ്റ്റർ ഫോമിൽ എഴുതി കറക്റ്റ് ചെയ്ത് നിർത്തുക കേട്ടോ. സൊല്യൂഷൻസ് ഏതാണ് വരുന്നത് നോക്കിയിട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1. അപ്പൊ അതെങ്ങനെ വരും? എക്സ് എലമെന്റ് ഓഫ് -1 വലുതാണ്. അപ്പൊ ഏറ്റവും ചെറുതായി വരാം -1, ഓപ്പൺ ബ്രാക്കറ്റ് അല്ലേ. ഓക്കെ, അപ്പോ ടു ഇൻഫിനിറ്റി ആണ് വരുന്നത്. ഇനി ആ നമ്പർ ലൈനിൽ നമുക്ക് എങ്ങനെ കാണിക്കാം? ഇവിടെ -1 ഉണ്ട്, ഓക്കെ, ഇവിടെ 0 ഉണ്ട്, 1 ഉണ്ട്, അങ്ങനെ പോകും. ഓക്കെ, നമുക്ക് എന്താണ് -1 വലുതാണ് എക്സ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ടാണ് വരുന്നത്. ഇനി -1 ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഓപ്പൺ സർക്കിൾ. ഓക്കെ, ഈ ഒരു രീതിക്ക് നമ്പർ ലൈനിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് പഠിക്കാൻ വേണ്ടിയുള്ള വളരെ കുഞ്ഞി ക്യൂട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് നല്ല സൂപ്പർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ കണ്ട് പരീക്ഷയൊക്കെ ഉഷാറാക്കി എല്ലാം നല്ല സൂപ്പർ ആയിട്ട്